ശ്രീ കെ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യക്കേസിൽ ഹൈക്കോടതിയോട് മാപ്പ് അപേക്ഷിച്ച് മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഹാജരാകാൻ വൈകിയതിലും നിരുപാധികം മാപ്പപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വൈകിയതിലാണ് കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് മുഹമ്മദ് ഹനീഷ് ഹാജരായത്. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ മുഹമ്മദ് ഹനീഷിനോട് കോടതി ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ ഹാജരായത്. അതിൽ പ്രധാനമായും കോടതി അലക്ഷ്യ നടപടികളിൽ തീരുമാനം കോടതി കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു മുഹമ്മദ് ഹനീഷ് നേരിട്ട് കോടതിയിലേക്ക് എത്തുകയും ഇതുവരെ ഹാജരാകാത്തതിന് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തത്. ഇതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തവണ ഇവിടേക്ക് ഹാജരാകണമെന്ന കാര്യത്തിൽ മുഹമ്മദ് ഹനീഷ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ തവണ ബജറ്റിൻ്റെ തിരക്കിലാണെന്നായിരുന്നു അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അന്ന് കോടതി പറഞ്ഞത് തന്ത്രങ്ങൾ കോടതിയോട് വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കോടതി ഉത്തരവ് അനുസരിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും നേരിട്ട് ഇനി ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനും കോടതിക്ക് നിർദ്ദേശം നൽകാൻ അറിയാമെന്ന കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തിയതിൻ്റെയും സാഹചര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകുകയും ഈ കേസിൽ ഇതിൽ ഹാജരാകാത്തതിന് കോടതി അലക്ഷ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് നിരുപാധികം മാപ്പപേക്ഷിക്കുകയും ചെയ്തത്. ഈ മാപ്പപേക്ഷ ജൂലൈ 2-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 500 കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ടാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കോടികളുടെ അഴിമതി നടന്നിട്ട് ഇതിൽ CBI തുടർ നടപടികൾ, പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ സർക്കാരിനെ സമീപിക്കുമ്പോൾ അതിന് അനുമതി നൽകാതെ പോകുന്ന രീതിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുകയും ചെയ്തത്. ഇത് നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നതടക്കമുള്ള നിരീക്ഷണമായിരുന്നു നടത്തിയത്. ഇതെന്തുകൊണ്ടാണ് എന്നത് ചോദിച്ചാണ് കോടതി മുഹമ്മദ് ഹനീഷിനോട് മറ്റും വിശദീകരണം തേടുകയും ചെയ്തത്. ഇതിലാണ് അദ്ദേഹം ഹാജരാകാനുള്ള വിമുഖത കാണിച്ചത്, പല തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്ന കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മുഹമ്മദ് ഹനീഷ് ഹാജരാകുന്നത്. ഈ കേസിൽ കശുവണ്ടി വിദേശത്തു നിന്ന് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്ത കേസിൽ നിലവിൽ INTUC-യുടെ ഭാരവാഹിയായ കോൺഗ്രസ് നേതാവ് കൂടിയായ ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ മുൻ MD-യായ രതീഷ് എന്നിവരാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം തുടരുകയും അതോടൊപ്പം തന്നെയാണ് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള അനുമതി ചോദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി മുഹമ്മദ് ഹനീഷ് നിരുപാധികം മാപ്പപേക്ഷ അടക്കം നൽകിയിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇനിയിപ്പോൾ ഈ കേസിൽ CBI നടപടികൾ തുടരാനുള്ള ഒരു പ്രോസിക്യൂഷൻ അനുമതിയായിരിക്കും സർക്കാർ നൽകുക എന്നതാണ് മനസ്സിലാക്കുന്നത്. കോടതി നടപടികൾക്ക് തടസ്സം നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.